ഹലോ, ഇത് കേരളത്തിനാ. ഞാൻ ചന്ദ്രേട്ടന്റെ അനിയനാ, ഗണേശൻ. ചന്ദ്രേട്ടനില്ലേ? ഷോപ്പിംഗ് മോളിലേക്ക് പോയല്ലോ. എന്താ? അയ്യോ, അത് വളരെ അത്യാവശ്യമായിരുന്നു. ഞാൻ ചന്ദ്രേട്ടന്റെ മൊബൈൽ ഫോണിൽ വിളിച്ചു, റിങ് ചെയ്യുന്നിട്ട് പക്ഷെ എടുക്കുന്നില്ല. മൊബൈൽ ഇവിടെ വെച്ച് മറന്നുപോയതാ. അയ്യോ, അത് ഒരു ഉപകാരം ചെയ്യാൻ പറ്റുമോ? ഏട്ടൻ വരുമ്പോ ഒന്ന് ഇങ്ങോട്ട് വീട്ടിലേക്ക് ഒന്ന് വിളിക്കാൻ പറയോ? ഓ പറയാം. പറയണേ, വളരെ അർജന്റാണ്, മറക്കരുത്. എന്തായി? ഏട്ടൻ ജസ്റ്റ് ഓഫീസിലേക്ക് ഇറങ്ങിയത്. ഹൈ, നിരാശപ്പെടേണ്ട കാര്യമില്ല. ഏട്ടൻ ഇങ്ങോട്ട് വിളിച്ചിരിക്കും. അതിനുള്ളൊരു സിംഗിൾ ഡോസ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. വിളിച്ച ഞാൻ വയ്യാതെ കിടക്കുകയാണെന്നൊന്നും അവനോട് പറയണ്ട. അതൊന്നും എന്റെ കുട്ടിക്ക് സഹിക്കില്ല. വേറെന്തെങ്കിലും കള്ളം പറഞ്ഞ്. വേറെന്ത് കള്ളാ പറയാ? ഞാൻ ഏതെങ്കിലും പെണ്ണിന്റെ കൂടെ ഒളിച്ചോടി പോയിന്ന? അല്ല, അത് അമ്മയൊന്നും പറയണ്ട. ചതിക്കാനോ വഞ്ചിക്കാനോ വേണ്ടിയല്ലോ ചന്ദ്രേട്ടനെ ഇങ്ങോട്ട് വിളിച്ചു വരുന്നത്, അല്ലേ? അതെ. അതാണ് നല്ലത് നടക്കാൻ വേണ്ടി അല്ലറ ചില്ലറ കള്ളത്തരങ്ങൾ പറയുന്നുണ്ട്. തെറ്റൊന്നുമില്ലാന്ന് എല്ലാ വേദഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുണ്ടല്ലോ അമ്മാവാ. പറഞ്ഞിട്ടുണ്ടടാ. അപ്പൊ അമ്മ മിണ്ടാണ്ട് ഇവിടെ അങ്ങോട്ടിരുന്നാ മതി. നിന്നാലും കുഴപ്പമൊന്നുമില്ലടാ. അമ്മേ, ഏട്ടന്റെ സ്വഭാവം അറിയാലോ. പോയാ പിന്നെ 2 വർഷമെങ്കിലും തയ്ക്കാതെ നാട്ടിലേക്ക് വന്ന ഗൾഫുകാരന്റെ വെയിറ്റ് കുറഞ്ഞു പോകുന്നു പറയണ പാർട്ടിയാ ഏട്ടൻ. ഇതും അങ്ങനെ തന്നെ മതിയോ? അതല്ലടാ, എന്നാലും ഒരെന്നാലും ഇല്ല. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഞങ്ങളൊക്കെ ഉണ്ട്. അതിനിടയിൽ അമ്മ കുഴപ്പിക്കാതിരുന്നാ മതി. അച്ഛമ്മേ, അച്ഛമ്മേ. എന്താ മോളെ? വല്യച്ഛൻ ഒന്ന് വന്നോട്ടെ അച്ഛമ്മേ. ഓ, വന്നോട്ടെ. ഞാൻ പറഞ്ഞത് കേട്ടാ മതി. അത് അവൻ തന്നെയാ. പറഞ്ഞ കാര്യങ്ങൾ കണ്ണും പൂട്ടി അങ്ങോട്ട് പറയാ, അത്ര തന്നെ. ഇത്ര ചെറിയ പ്രായത്തിലെ ഖദറിട്ട എന്നെ കള്ളം പറയാൻ ആരും പ്രത്യേകം പഠിപ്പിക്കണ്ട. ഈശ്വര, എന്റെ കുട്ടിയോട്. ഹലോ ഏട്ടാ, ഞാൻ ഗണേശനാ. അല്ല, അത് ഇന്ന് രാവിലെ ഇവിടെ ചെറിയൊരു പ്രശ്നം. അല്ല, അത് നമ്മുടെ അമ്മയ്ക്ക് BP ഇത്തിരി കൂടിയപ്പോ പിന്നീട് അത് ഭയങ്കരമായിട്ട് കൂടി. എന്നിട്ടൊരു തളർച്ച ഉണ്ടായി, പിന്നെ ഒരു ബോധക്ഷയം. ടെൻഷൻ എടുക്കണ്ടെന്ന് പറ. ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷനും മരുന്നൊക്കെ കൊടുത്തു. വൈകുന്നേരം വരെ ആ മയക്കത്തിൽ അങ്ങനെ കിടന്നു. ഒരു 5-5:30 ആയപ്പോ കണ്ണ് തുറന്നിട്ട് ഞങ്ങൾ എല്ലാവരെയും നോക്കി ഒരൊറ്റ കരച്ചില്, എനിക്ക് എന്റെ കുട്ടിയെ കാണണം, എനിക്ക് എന്റെ കുട്ടിയെ കാണണം എന്നും പറഞ്ഞിട്ട്. അത് കേട്ടപ്പോ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും അത് സഹിച്ചില്ല. ടെൻഷൻ എടുക്കണ്ടെന്ന് പറ. ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഏട്ടാ. എന്നാലും അമ്മ വീണ്ടും വീണ്ടും അങ്ങനെ പറയുമ്പോ ഏട്ടനോടൊന്ന് പറഞ്ഞില്ലെങ്കിൽ അതൊരു ചതിയായി പോവില്ലേ എന്നൊരു തോന്നല്. ആയിക്കോട്ടെ, മതി മതി, ശരി. അവൻ എന്ത് പറഞ്ഞു? ഓപ്പറേഷൻ സക്സസ്. ഓപ്പറേഷൻ? ആരുടെ ഓപ്പറേഷൻ? അങ്ങനെ ഒരു കാര്യം നീ അവനോട് പറഞ്ഞില്ലല്ലോ. ഓ, അമ്മാവന്റെ ഒരു കാര്യം, ദൗത്യം വിജയിച്ചു. എങ്ങനെ? PK ചന്ദ്രൻ എന്ന പുരമനയിൽ ചന്ദ്രൻ അവിടുത്തെ സകല തിരക്കുകളും മാറ്റിവെച്ച് നാളെ ഇവിടെ പറന്നെത്തുന്നു. ഈശ്വര, നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. എന്റെ ഭഗവതി, ഇത് ചതിയായി പോയി. ഇന്റർനാഷണൽ ചീറ്റിംഗ്. നിങ്ങൾ എന്തൊക്കെയാ പറയണേ? അവൻ വരുന്നതിന് ഇവിടെ എല്ലാരും സന്തോഷിച്ചിരിക്കുക. അതിനിടയ്ക്ക് നിങ്ങൾ മാത്രം ഞെട്ടുന്നോ? ഞാൻ ഞെട്ടുപടി വേണ്ടി വന്ന പൊട്ടിത്തെറിക്കും. അതൊന്നും നിനക്കും ഈ തരണീമണികൾക്കും അറിയേണ്ട കാര്യമില്ലല്ല. ഈ അച്ഛന് വട്ട് നിന്റെ അപ്പനാടി. അത് തന്നെയല്ലേ അവളും പറഞ്ഞത്. പറഞ്ഞു കൊടുക്കടി. അങ്കിൾ ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ അടിച്ചു പൊളിക്കാനിരിക്കും. അങ്കിൾ ഇങ്ങോട്ട് എത്തിയ മക്കൾക്ക് അടിച്ചു പൊളിക്കാം, പക്ഷെ ഈ അച്ഛന്റെ അടി പൊളിയും. അതുകൊണ്ട് തന്നെ ഈ മനാത്തുടി മാധവന്റെ കൊക്കില് ജീവനുണ്ടെങ്കിൽ ഈ വരവ് ഞാൻ ചീറ്റിച്ചിരിക്കും. ഒരു ഒടുക്കത്തെ വിളിപ്പിക്കല്. നന്ദി കിടന്ന് പറഞ്ഞാ പോരാ, നാറിയ ഏർപ്പാടെന്ന് പറയാ. എന്നോടാണാവോ? അല്ല, ദേ എന്ത് പറ്റിയളിയോ? രാവിലെ തന്നെ ഹൈ BPയിലാണല്ലോ. 10-22 വർഷങ്ങൾക്ക് മുമ്പ് 8ഉം പൊട്ടും തിരിയാത്ത പ്രായത്തില് പെറ്റമ്മയുടെ കൂടപ്പുറപ്പുകളുടെ കണ്ണീര് കണ്ട് കപ്പല് കയറിപ്പോയ പാവത്തിനെ പറ്റിക്കാൻ പെറ്റതള്ള ചാവാൻ കിടക്കണെന്നും പറഞ്ഞോണ്ട് ഇല്ലാത്തൊരു കഥയുണ്ടാക്കി സെന്റിമെന്റ്സ് അടിച്ചു വിളിപ്പിക്കാൻ എങ്ങനെ തോന്നി? പോയതിൽ പിന്നെ ഇങ്ങോട്ട് കാലുകുത്താത്ത ഒരുത്താണെങ്കിൽ തരക്കിടില്ല. ഇതിപ്പോ ഇവിടുന്ന് പോയിട്ട് 1.5 വർഷം കഴിഞ്ഞിട്ടില്ല. അതിനിടയിൽ ഇതുപോലത്തെ തിയേറ്ററായിട്ട് നാടകം കളിച്ച് എന്റെ അളിയനെ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിക്കാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? ദേ വടി പോലെ നിക്കണ കണ്ടില്ലേ? ഇവന്മാരൊക്കെ വെറും എച്ചില് നക്കികൾ. ആ ദേവൻ അടുത്തവൻ. പക്ഷേ നാഴികയ്ക്ക് 400 വട്ടം എന്റെ കുട്ടി എന്ന് പറഞ്ഞ് തേന് ഒലിപ്പിച്ച് നിൽക്കുന്ന പെറ്റ തള്ളക്ക് എങ്ങനെ കഴിയും നെറിവുകേടിന് കൂട്ടിക്കാൻ? ഓഹോ, അപ്പൊ എന്റെ ഊഹം തെറ്റിയില്ല. എല്ലാം നിന്റെ ഈ കഞ്ഞിമുക്കിയ കതറിന്റെ ഐറ്റംസ് ആണല്ലേ? അതെ. ആഹാ, എന്നാ ഈ അളിയൻ മാധവൻ ആരാണെന്ന് കാണിച്ചു തരാം. അത് ശരി, മനാത്തുടി മാധവനോടാണ് അവന്റെ ഒരു ഇങ്ങോട്ട് വന്നേ. എന്താ? എന്തിനാ മാധവ നീ ഇതിന്റെ പേരിൽ കിടന്ന് തുള്ളണത്? അവൻ വരുന്നത് നിന്നെ കൊല്ലാനോ ഒന്നുമല്ലല്ലോ. അല്ല, അത് മറ്റേ വരുന്നു. ഇറങ്ങ മക്കളെ.
അങ്കിളിന്റെ അടിപൊളി സംഘം പെട്ടിയും പ്രമാണമായിട്ട് എത്തിയാ. ഈ ഓട്ടോ കാശ് വേസ്റ്റാ. അളിയൻ ഇങ്ങോട്ട് വരുന്ന പ്രശ്നമില്ല. ഇവനിപ്പോ എന്താ പറ്റിയേ? എനിക്കറിയില്ല എന്റെ അമ്മാവ. എന്നാ എനിക്കറിയാം. കാവിലമ്മയാണ് ഈ വരവ് ഞാൻ കലക്കിയിരിക്കും. ഇതൊരു ഒത്തുകളിയാണെന്ന് അളിയനോട് ഞാൻ വിളിച്ചു പറയാൻ പോയത്. മാധവ, നീ എന്തൊക്കെ കളി കളിച്ചാലും ചന്ദ്രനെ നിനക്ക് കിട്ടില്ല. വേറൊന്നും കൊണ്ടല്ല, അവൻ അവിടുന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. ഈശ്വര, ദുരിതങ്ങൾ കൂത്താടും ഉലകത്തിൽ നിന്നെ പരിപൂർണ തേജസ്സു വിളയാടി കാണാൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവമേവം പരിശുദ്ധ വേദാന്തം സഫലമായി തീരാൻ. Go to your classes. പണ്ടാറടങ്ങാനായിട്ട്. കുഞ്ഞിരാമ, ലോങ് ബെല്ലടി. ലോങ് ബെൽ അടിക്കാനോ? ആ, അസംബ്ലി കൂടി കഴിഞ്ഞുള്ളൂ, അപ്പോഴേക്കും ലോങ് ബെൽ അടിക്കാനോ? അസംബ്ലി കൂടാണ്ട് ഇതെന്താ പാർലമെന്റാ? എന്റെ അളിയൻ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശുകൊണ്ട് മരിച്ചുപോയ അവന്റെ അച്ഛന്റെ പേരിൽ ഉണ്ടാക്കിയതാ സ്കൂള്. ഇന്നവൻ നാട്ടിലേക്ക് വരുന്ന ദിവസമായിട്ട് സ്കൂളിന് അവധി കൊടുത്തില്ലെങ്കിലേ ഞാൻ പിന്നെ ഈ സ്കൂളിന് മേലധികാരിയായിട്ടിരിക്കുന്ന എന്തിനാണോ? പോയി അടിയുടെ ലോങ് ബെൽ. സാറേ, വ്യക്തിപരമായ സ്വാർത്ഥ താല്പര്യം പറഞ്ഞ് ഒരു ദിവസം പോലും സ്കൂൾ മുടക്കരുതെന്ന ചന്ദ്രേട്ടന്റെ ഫിലോസഫി. പിന്നെ മേലധികാരിയല്ല, സാക്ഷാൽ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറഞ്ഞാലും ഈ കുഞ്ഞിരാമൻ ബെല്ലടിക്കില്ല. അടിക്കില്ല? ഇല്ല ഇല്ല ഇല്ല. എന്നാ ഞാൻ അടിക്കാടാ. എന്റെ അസംബ്ലി ഇത് പിടിച്ചേ, പോയി തൂക്കണ അവിടെ. എന്റെ വിദ്യാഭ്യാസം. ഇത് മേലധികാരി. പോട്ടെ. ഇന്ന് നാളെ ഇല്ല. May I have your attention, please? Indian Airlines announces the arrival of their flight number IC112 from Abu Dhabi. Thank you. ഹലോ. ആ, ഇത് ഞാൻ നോക്കി. എയർപോർട്ടിലാണ്. ഹായ്, രസം. അതെ അതെ, ചന്ദ്രേട്ടൻ വരുന്നുണ്ടെന്ന്. ആ, ഞാൻ പിന്നെ വിളിക്കാം. ആ പേടകത്തിൽ വന്നവരൊക്കെ പുറത്തിറങ്ങി. അടിയും വരുമെന്ന് എനിക്ക് തോന്നല്ല. മാധവ, നീ നിന്റെ കരിനാക്ക് വളച്ച് എന്തെങ്കിലും മിണ്ടിയാലുണ്ടല്ലോ. ഞാൻ മിണ്ടിയതല്ല, കാര്യം ആ, പറഞ്ഞതാ. നീ കാര്യം പറയണ്ട. എക്സ്ക്യൂസ് മീ, അസ്സലാം വലൈക്കും. ചന്ദ്രേട്ടന്റെ കുടുംബമല്ലേ? അതെ, കറക്റ്റ്. ഇവനാര്, രജനീകാന്തോ? അപ്പൊ എന്റെ കണക്കൂട്ടലുകൾ തെറ്റിയില്ല. ഐ ആം സുലൈമാൻ, കുറ്റിച്ചിറ സുലൈമാൻ. 25 വർഷങ്ങൾക്ക് മുൻപ് കോഴിക്കോട് കുറ്റിച്ചിറയിൽ നിന്ന് നാടുവിട്ട് മദ്രാസ് ചെന്നൈ വഴി ഞാൻ മുംബൈയിലെത്തി. അവിടെ ഒരുപാട് വർഷം ഞാൻ തെണ്ടിത്തിരിഞ്ഞു. അങ്ങനെ അവസാനം ഞാൻ അബുദാബിയിലെത്തി. അവിടെ വെച്ചാണ് വിശാല മനസ്കനും സർവ്വസമ്മതനും സമ്പന്നനും അതിലുപരി ഗൾഫ് മലയാളികളുടെ കണ്ണിലുണ്ണിയുമായ പ്രതാപ് കെ ചന്ദ്രൻ എന്ന ഉരമനയിൽ ചന്ദ്രനെ ഞാൻ കണ്ടുമുട്ടിയതും പിന്നീട് കൂട്ടിമുട്ടിയതും. ആ കൂട്ടിമുട്ടലിൽ തുടങ്ങിയ സൗഹൃദം വളർന്നതാ ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഒരു ഡേസം ബ്രേക്ക്, ഒരു സഡൻ ബ്രേക്കിട്ട് നിൽക്കുകയാണ്. ബൈ ദ ബൈ, ഞാൻ വന്നത് വേരന്വേഷിച്ച. അതെ, വേര്. എന്ത് പേര്? എന്റെ പേര് കണ്ടിട്ടേ പേര് പോലെയാണല്ലോ ഇരിക്കുന്നത്. പിന്നെ എന്തിനാ പുതിയ പേര് അന്വേഷിക്കുന്നത്? എക്സ്ക്യൂസ് മീ, ഈ കുടുംബത്തിലെ കോമഡി ആർട്ടിസ്റ്റ് ആണല്ലോ ഇയാള്. അതെ അതെ, കണ്ടറിഞ്ഞൂടെ? ഞാൻ ഉദ്ദേശിച്ചത് തായ്വേര, ഐ മീൻ മൈ ബാപ്പ. താൻ തന്റെ തായ്വേരോ തന്തവേരോ എന്ത് കുന്തം വേണമെങ്കിലും അന്വേഷിച്ചോ. ഇവിടെ ആർക്കും ഒരു വിരോധമില്ല. ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ ചന്ദ്രനെയാ. അവൻ എവിടെ? അതിപ്പോ ഒറ്റ വാക്കി പറഞ്ഞാല് ഐസ് ഉള്ളപ്പോ പൈസ ഉണ്ടായില്ല, പൈസ ഉള്ളപ്പോ ഐസ് ഉണ്ടായില്ല, ഐസും പൈസ ഉണ്ടായപ്പോ സ്കൂൾ ഉണ്ടായില്ലെന്ന് പറഞ്ഞു മതി. ഇവിടെ ഇപ്പൊ ആരോ സ്കൂളിൽ പോണേ? കാര്യം തെളിച്ചു പറയടോ. എന്നാ പറയാം. ഫ്ലാറ്റിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഇറങ്ങിയത്. ഫ്ലൈറ്റിൽ കയറിയതും ഒരുമിച്ചാണ്. ബട്ട് ഫ്ലൈറ്റ് മുകളിലേക്ക് പൊങ്ങിയപ്പോ ഞാനൊന്നും ഇറങ്ങിപ്പോയി. ഇനി പുള്ളിക്കാൻ ഏതെങ്കിലും സ്റ്റോപ്പിൽ ഇറങ്ങിപ്പോയോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പക്ഷെ ഇവിടെ ഒന്ന് ഇറങ്ങിയപ്പോ ആളെ കാണാനില്ല. ടോട്ടലി മിസ്സിംഗ്. എന്റെ ഈശ്വരൻ, ഞാൻ എന്തായി കേക്കണേ? മനുഷ്യനെ വെറുതെ വട്ടുപിടിപ്പിക്കാതെ കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ചു പറ. തെളിച്ച് ഞാൻ പറയാം. ഇവന്റെ ഈ കഞ്ഞിമുക്കിയ സാധനത്തിൽ നിന്നുണ്ടായ കുരുട്ട് ബുദ്ധിയുടെ വാസ്തവം അളിയൻ അവിടെ വെച്ചേ പിടികിട്ടി, അത്ര തന്നെ. ഓ, എന്തായിരുന്നു എല്ലാത്തിന്റെ ആവേശം. അങ്കിളിങ്ങെത്തി അടിച്ചു പൊളിക്കാന്ന്. എന്നിട്ട് പെഞ്ചായി. ഇല്ല, ഈ കോമാളി പറഞ്ഞാ ഞങ്ങൾ വിശ്വസിക്കില്ല. ചന്ദ്രൻ വരൂന്ന് പറഞ്ഞാ അത് ഉറപ്പാ വരും. വരും. എയർപോർട്ടിലല്ല, ആകാശത്ത് വരും. സാക്ഷാൽ പൂർണ്ണചന്ദ്രൻ. ഈ സൂര്യൻ ഒന്ന് അസ്തമിച്ചോട്ടെ. ഞാൻ ചൂണ്ടിക്കാണിച്ചതേ ഈ അമ്മാവന്, അമ്പിളി അമ്മാവന്. ദേ വല്യച്ഛൻ. വല്യച്ഛാ. കേട്ടാ? കുഴപ്പമില്ല. എന്ത് പറ്റിയ അളിയാ? ചന്ദ്ര. അതെ, ചന്ദ്രൻ.
സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്ന സാക്ഷാൽ പൂർണ്ണചന്ദ്രനല്ല. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്ന സാക്ഷാൽ പുരമനയിൽ ചന്ദ്രൻ, പ്രതാപ് കെ ചന്ദ്രൻ. യെസ്. ഹാവു, ഇയാളുടെ വർത്താനം കേട്ടപ്പോ വിളിക്കാത്ത ദൈവങ്ങളില്ല. അതൊക്കെ ഇവന്റെ ഓരോ നമ്പറുകളല്ലേ അമ്മാവ. സസ്പെൻസ് പിടിച്ച് ത്രില്ല് അടിപ്പിക്കുക, അതാ അവന്റെ സ്റ്റൈൽ. ഇറ്റ്സ് മൈ പോളിസി. അല്ല, അമ്മ ഏത് ഹോസ്പിറ്റലാ? അല്ല, അതിപ്പോ ഏത് ആശുപത്രിയിലാണെന്ന് ചോദിച്ചാ ഇപ്പം വീട്ടിലാ അല്ലേ അമ്മാവ? എന്നാ വണ്ടി നേരെ വീട്ടിലോട്ട് വിട്. വാ. ആ മാമോളെ, അങ്ങ് പോടോ. അല്ല ഇതെന്ത് പറ്റി? നമ്മുടെ വരവ് പ്രമാണിച്ച് സ്കൂളിന് അവധിയാ. അളിയൻ പറഞ്ഞപ്പോ പിന്നെ അപ്പുറം ഒന്നും ആലോചിച്ചില്ല. ചന്ദ്രൻകുട്ടി കൂടെ കൂടെ ചൊങ്ങനായിട്ട് പറഞ്ഞു. അങ്ങനെ ചൊങ്കനായി വരണ്ടേ, അപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ ഉഷാറാവും. ബാക്കി ഉഷാറൊക്കെ സന്ധ്യക്ക് ശേഷം. അകത്തൊരാളെ അത്യാവശ്യമായി സന്തോഷിപ്പിക്കാനുണ്ട്. ഇരിക്കണം ആശാനെ. സുഖമില്ലാണ്ട് എന്തിനാ ആശാൻ ഇങ്ങോട്ട് വന്ന്? വരുന്നു എന്ന് പറഞ്ഞപ്പോ ഒന്ന് കാണാനൊരു കൊതി. ടീച്ചറെ, ആശാൻ നേരത്തിനൊക്കെ മരുന്ന് കഴിക്കുന്നുണ്ടോ? എന്റെ കയ്യിൽ നിന്ന് വിടാൻ. എന്റെ കുട്ടിയെ ഞാനൊന്ന് കണ്ടോട്ടെ. ഇങ്ങോട്ട് വന്നേ അമ്മേ. വന്ന പാടെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചാലേ ഇന്നലെ പറഞ്ഞ കള്ളത്തരം കംപ്ലീറ്റ് പൊളിയും. അതുകൊണ്ടാ. എടാ, അവനിക്ക് വന്നില്ലേ? ഓ അമ്മായി, ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. ഈ അമ്മ കംപ്ലീറ്റ് കുളവാക്കും. അതോടെ വന്നയാള് വന്ന വഴിക്ക് തിരിച്ചു പോവുകയും ചെയ്യും. പിന്നെ എന്റെ കുട്ടി പോയേന്നും പറഞ്ഞ് കണ്ണീര് ഒഴിക്കിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാ. ഇനി എന്തിനാ പാവത്തിനെ വിഷമിപ്പിക്കുന്നത്? തുനി ഇവൻ പറയുന്നതിലും കാര്യമുണ്ട്. അതെ അതെ. സുഖാണെന്ന് പറഞ്ഞു. വരുന്നുണ്ട്. കിടക്ക്. ഈശ്വര, ഇപ്പൊ വലിയ കുഴപ്പമില്ല. എന്നാലും ആ ക്ഷീണം അങ്ങോട്ട് മാറിയിട്ടില്ല അല്ലേ അമ്മായിയെ? ക്ഷീണമൊക്കെ ഇപ്പൊ ഞാൻ മാറ്റിത്തരാം. അതിനു വേണ്ടിയല്ലേ ഈ കുട്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് പറന്നു വന്നത്. എന്താ എന്റെ കുട്ടിക്ക് പറ്റിയത്? നേരത്തിന് മരുന്ന് കഴിച്ചില്ല അല്ലേ? അതുകൊണ്ട് എന്താ ഉണ്ടായത്? ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ആശുപത്രിയിൽ പോയി കിടക്കേണ്ടി വന്നില്ല എന്റെ കുട്ടിക്ക്. ഈശ്വര, എനിക്ക് എന്റെ കുട്ടിയുടെ മുഖത്ത് നോക്കി കള്ളം പറയാനൊന്നും വയ്യ. അമ്മ ആശുപത്രിയിലൊന്നും കിടന്നില്ലടാ. അല്ലേട്ടാ, ഈ ആശുപത്രി നിന്നോട് ചോദിച്ചില്ല. ശരിയാ. എന്താ പറഞ്ഞ? ആശുപത്രി കിടന്നിട്ടില്ലെന്നോ? അല്ല, അത് എന്റെ കുട്ടിയെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. അല്ലാതെ വിളിച്ചാ നീ വരില്ലാന്ന് തോന്നി. അതിന് കള്ളം പറയാ? അങ്ങനെ എല്ലാരും കൂടെ കള്ളം പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താൻ മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? അങ്ങനെ എല്ലാരും ഒന്ന് ഒറ്റയടിക്ക് പറയാതല്ല. ഇക്കാര്യത്തിൽ ഈ അളിയൻ മനാത്തുടി മാധവൻ നിരപരാധിയാ. ഇവരെല്ലാവരും കൂടി ചേർന്ന ഈ പൊറാട്ട് നാടകം ഇവിടെ സംഘടിപ്പിച്ചത്. അപ്പോഴേ ഞാൻ കയ്യും കാലും പിടിച്ച് പറഞ്ഞതാ, അരുത്, ചെയ്യരുത്, ഈ അളിയനോട് ചെയ്യരുതെന്ന്. പക്ഷെ എന്റെ വാക്കിനെ കാറ്റിൽ പറത്തി ഇവന്മാരെല്ലാവരും കൂടി അളിയനെ ഇങ്ങോട്ട് പറത്തി. ഇതിന്റെ മുഴുവൻ സൂത്രധാരൻ ദാ ഈ കതറിട്ട കന്നാലിയാ. ആണോ? അല്ല, നീയാണോ? അല്ലേട്ടാ, അത് ഈ അമ്മാവനൊക്കെ പറഞ്ഞപ്പോ. എന്താ അമ്മാവ ഇത്? ചോദിച്ചത് കേട്ടില്ലേ? എന്താന്ന്? ഹേയ്, ഒന്നുമില്ല, എനിക്കൊന്നുമില്ല. ഇനി ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോന്ന് എനിക്കറിയില്ല. ആ തഹസിൽദാരുടെ മരുമോൻ അറ്റാക്ക് ആയിട്ട് ആശുപത്രി കിടക്കാത്രേ. ഞാൻ അത്രയുടെ വരെ പോയിട്ട് ദേ വരുന്നു. എന്താ പേര്? തഹസിൽദാരുടെ. നിന്റെ അച്ഛന്റെ. അച്ഛന്റെ? എന്താ അമ്മേ ചോദിച്ച കേട്ടില്ലേ? എന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? എക്സ്ക്യൂസ് മീ, നിങ്ങൾ ഇങ്ങനെ മടിച്ചു നിൽക്കാതെ കാര്യം പറയൂ. മറ്റാരുമല്ലല്ലോ, നമ്മുടെ ചന്ദ്രേട്ടനല്ലേ. ഇനി അമ്മക്കല്ല ഇവിടെ കൂടിയിരിക്കുന്ന മറ്റാർക്കെങ്കിലുമാണ് BP കൂടിയതെങ്കിൽ ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ആ ചേച്ചിക്കാണോ? എടാ കോട്ടിട്ട വേരെ, ഈ ചേച്ചിയുടെ BP ട്രീറ്റ് ചെയ്യാൻ അളിയനുണ്ട്. തൽക്കാലം അനിയൻ അതിൽ ഇടപെടണ്ട. മല്ലി, ഇവന്റെ പ്രശ്നം വേരല്ല, ഞരമ്പാ. ഞെട്ടിയല്ലേ? ആ, ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അളിയൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ആരും പറഞ്ഞില്ല. ആരെങ്കിലും ഒന്ന് പറ. ഉത്തരം ഞാൻ പറയാം. ആ, കള്ളം പറഞ്ഞ് വല്യച്ഛനെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയെന്നറിയോ? എന്തിനാ? അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ വല്യച്ഛന്റെ കല്യാണം കൂടാനാ. വല്യച്ഛന്റെ കല്യാണം കൂടാനോ? പൊന്നമ്പിളി പറഞ്ഞത് തന്നെയാ കാര്യം. അതിനാ നിന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. നേരെ ചൊവ്വേ പറഞ്ഞ നീ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞൊഴിയും. അതുകൊണ്ടാ ഇങ്ങനെ ഒരു കള്ളം. എല്ലാവർക്കും എല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് നീ. പക്ഷേ അവസാനം നിനക്കൊന്നും ബാക്കിയില്ലാണ്ടായ അത് സഹിക്കാൻ മാത്രമുള്ള ഒരു മനസ്സ് ഈ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നു.
ആരാ? പുരമനയിൽ ചന്ദ്രൻ അകത്തുണ്ടോ? ഇല്ല. ഇല്ലെന്നറിയാം, അതുകൊണ്ട് തന്നെയാ വന്നത്. എന്തേത്? ആരാ നിങ്ങള്? ധൃതി വെക്കാതോ, വന്ന് കയറിയതല്ലേ ഉള്ളൂ. പറയാം, വിശദമായിട്ട് തന്നെ പറയാം. എന്താ മോളെ? അയ്യോ വേണ്ട, ബഹളം വേണ്ട. ഞാൻ രഘുറാം, ഡോക്ടർ രഘുറാം. നീ ഏത് ഡോക്ടറായാലെന്താ? വീട്ടിൽ കയറി ഒന്ന് പോക്കത്തരം കാണിക്കുന്നു. നിനക്ക് എന്താ വേണ്ടത്? ഈ കുടുംബം. കുടുംബോ? ആ, ഈ നിരന്ന് നിൽക്കുന്ന കളർഫുൾ ഐറ്റംസ് അടക്കമുള്ള ഈ കുടുംബം എന്താ തരാൻ പറ്റുമോ? എന്റെ മോനെ ഒന്ന് ചെയ്യല്ലേ. ആണത്തം കാണിക്കാൻ വന്നോണ്ടല്ലോ, അറക്കും ഞാൻ നായ. നിങ്ങളല്ല, അവൻ ഈ കുടുംബത്തിലെ മൂത്ത ഏട്ടൻ. അവനോട് ഞാൻ പറഞ്ഞതാ വേണ്ടാന്ന്. പക്ഷെ അവനതങ്ങ് കാറ്റി പറത്തിട്ട് എന്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും കാവലടക്ക ആ പന്നി. അപ്പൊ പിന്നെ അതങ്ങ് ബാലൻസ് ചെയ്യാൻ ഇവിടെ കേറി വന്ന് ഞാനും ഒന്ന് കൂട്ടെടുക്കാൻ പോവാ. ഈശ്വരനെ വിചാരിച്ച് എന്റെ കുഞ്ഞുങ്ങളെ ഒന്നും ചെയ്യരുതേ, ഒന്നും ചെയ്യല്ലേ. ഓക്കെ, ഇന്നത്തേക്ക് ഒരു തവണ. അതിനപ്പുറം അവൻ എന്റെ പെണ്ണിന്റെ പരിസരത്തെങ്ങാനും വന്ന ഇല്ല. വരില്ല. എന്റെ അടുത്ത് വേണ്ട ഈ കളി. കൊന്നു ശീലമുള്ളവനാ ഞാൻ. പച്ചച്ചോരയുടെ മണം എനിക്കൊരു ഹരമാ. അതുകൊണ്ട് പറഞ്ഞേക്കണം പൊന്നു മോനോട്, വേണ്ടാന്ന്. വേണ്ടാന്ന് പറഞ്ഞ വേണ്ട. ഓക്കേ? അയ്യോ എന്റെ ദൈവമേ, എനിക്ക് വയ്യേ. അമ്മേ, ഗണേശ, എന്ത് പറ്റിയ അമ്മാവ? എന്താ ഇതൊക്കെ? എന്താടാ സേതു? അത് തന്നെ ഞങ്ങൾക്ക് പറയേണ്ടത്. എന്താ ഇതൊക്കെ? അമ്മ, എന്ത് പറ്റി? എന്തിനാ കരയുന്ന? വാ തുറന്ന് ആരെങ്കിലും ഒന്ന് പറ. എന്താ ഉണ്ടായത്? ഞാൻ പറയാം. ഏട്ടനിപ്പോ കാവലടക്കണ പെണ്ണില്ലേ, അവളുടെ കെട്ടിയവന്ന് കാട്ടിക്കൂട്ടിയ പരാക്രമണം ഇതൊക്കെ. ഞാനടക്കം ഈ കുടുംബത്തിലെ എല്ലാവരും അളിയനെ അനുസരിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഇത് അളിയന്റെ പേരും പറഞ്ഞൊരു തെമ്മാടി വീട്ടിൽ കയറി വന്ന് വീട്ടിലെ പെൺകുട്ടികളുടെ മാനത്തിന് വില പറയാന്ന് പറഞ്ഞാൽ അതെങ്ങനെ അംഗീകരിക്കാനാവും? ഇതിനെ അവൻ കൊന്നില്ലെന്നേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരുത്തിന്റെ മുമ്പിൽ കാഴ്ചവെക്കാനല്ല ഞാൻ എന്റെ മക്കളെ വളർത്തുന്നത്. ഇവിടെ എല്ലാവർക്കും ഈ ഏട്ടൻ വലുതായിരിക്കും, പക്ഷെ എനിക്ക് എന്റെ മാനോ വലുത്. ഒന്നിനും ഒരു കുറവുണ്ടാവില്ലെന്ന് പറഞ്ഞു വിളിച്ചിറക്കിക്കൊണ്ട് വന്നിട്ട് ഇപ്പൊ ആ കുട്ടിയുടെ പ്രശ്നം ഉണ്ടായപ്പോഴേ ഇത് നമുക്ക് വേണ്ട ഞാൻ ഏട്ടനോട് പറഞ്ഞതാ. അതൊന്നും വകവെക്കാതെ പിന്നെ ആ പെണ്ണിന്റെ പിറകെ പോയത് എന്തായാലും മോശമായി പോയി. ഇത്രയൊക്കെ കേട്ടിട്ടും നീ എന്താ ഒന്നും മിണ്ടാത്തത്? 4 ദിവസം ഭർത്താവിന്റെ കൂടെ ജീവിച്ച ഒരു പെണ്ണിനെ നിനക്ക് ആലോചിച്ചപ്പോ അത്രയ്ക്ക് മോശക്കാരനല്ല നീ എന്ന് പറഞ്ഞ് അത് വേണ്ടാന്ന് വെച്ചവളാ ഈ അമ്മ. എന്നിട്ടിപ്പോ ഒരു മകളും ഭർത്താവുള്ള ഒരുത്തിയുടെ പുറകെ, അതും അവൾക്ക് കാവല് കിടക്കാൻ. അത്രയ്ക്ക് മോശക്കാരനായോ നീ? ഈ കുടുംബത്തിന്റെ സന്തോഷ വലുതെന്ന് പറഞ്ഞ് നടന്നിട്ട് നീ ആയിട്ട് തന്നെ അത് നശിപ്പിക്കുക. നിങ്ങൾ എല്ലാരും കൂടെ എന്തായി പറയണേ? നശിപ്പിക്കേ ഇല്ല. അവിടെ പോയി എന്നുള്ളത് ശരിയാണ്, പക്ഷെ അത് കാവൽക്കാരനായിട്ടല്ല. അങ്ങനെ കാവൽ കിടന്ന ഒരു കുടുംബം ഉണ്ടാക്കണമെങ്കിൽ അത് എന്നെ ആകാമായിരുന്നു, നല്ല പ്രായത്തില്. ഓ, ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ. ഇത് ഒരു തരം കോംപ്ലക്സാ. എല്ലാം ഉണ്ടായിട്ടും മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കോംപ്ലക്സ്. ശിവ, നീ ആരോട് സംസാരിക്കുന്ന ഓർമ്മയുണ്ടോ? നീ ഇതിൽ ഇടപെടണ്ട. നീയൊക്കെ കൂടിയുള്ള ഒത്തുകളി അതൊക്കെ. ശിവ, പറയുന്ന വാക്ക് വഴിതെറ്റിപ്പോയാ പിന്നെ അത് തിരിച്ചെടുത്ത് മായിച്ചു കളയാൻ നീയൊക്കെ ഇത്രയും പ്രായം വരെ ഇനിയും ജീവിച്ചാലും മതിയാവില്ല. വേഗത കൂടിയ കാലമായതുകൊണ്ട് എല്ലാം പെട്ടെന്നാണെന്ന് മനസ്സിലായി. എത്ര കാലം സന്തോഷിച്ചു എന്നുള്ളതല്ല, ഏത് നിമിഷം ദുഃഖിച്ചു എന്നുള്ളതാണ് എല്ലാവരുടെയും പ്രശ്നം. ഇനി അവനെ പോലെ ഒരുത്തൻ ഈ വീട്ടിൽ കയറി വരാതിരിക്കാൻ നോക്കാം.
അപ്പോഴും ഉറപ്പില്ല. അങ്ങനെ ഉറപ്പില്ലാത്തൊരു വാക്കിന് മുമ്പിൽ കഴുത്തി നീട്ടി കൊടുക്കാൻ ഇവിടെ ആർക്കും സൗകര്യമില്ല. ഉറപ്പില്ല എന്നേ പറയാൻ പറ്റൂ. അകത്തേക്കും പുറത്തേക്കും എടുക്കുന്ന ഒരു കാറ്റിന്റെ ഇടയിലാ മനുഷ്യന്റെ ജീവിതം. എല്ലാവർക്കും ഉറപ്പെന്ന് കാവലിരിക്കുന്നിടയ്ക്ക് ഇതങ്ങ് തീർന്നു പോയാലോ? ചത്തു കിടക്കുമ്പോ ശവത്തെ നോക്കി പറയില്ലേ നിങ്ങളൊക്കെ വാക്ക് തെറ്റിച്ചെണ്ണ വീണെന്ന്? ഇതൊക്കെ ഓരോ ന്യായങ്ങളാ. അവനവന്റെ സൗകര്യത്തിനനുസരിച്ച് ജീവിക്കാനാണ് പ്ലാനെങ്കിൽ അങ്ങനെ ആയിക്കോ. ഞങ്ങൾ ആരും അതിന് തടസ്സം നിൽക്കില്ല. ഇനിയും ഇങ്ങനെ സംഭവിക്കില്ല എന്നൊരു ഉറപ്പില്ലെങ്കിൽ പിന്നെ കുടുംബവും കുട്ടികളോട് നിൽക്കാൻ ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി തന്നേക്കാം. വിഹിതമായിട്ട് വല്ലതും തരാനുണ്ടെങ്കിൽ അതിങ്ങ് തന്നേക്കാം. വേണ്ടമ്മേ, ഇത്രയിടം വരെയൊക്കെ എത്തിയല്ലേ? എന്നാ നിക്കേ. ചന്ദ്രേട്ടാ, അവരങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് വിചാരിച്ച് നിങ്ങൾ ഇത് എന്തിനുള്ള പുറപ്പാടാ? ഇടാ, ഞാൻ അറിയാത്ത ഒരു കാര്യത്തിന് ഏതോ ഒരു തെമ്മാടി കയറി വന്ന് ചെറ്റത്തരം കാണിച്ചു എന്ന് പറഞ്ഞ് അതിന്റെ പേര് ഞാൻ ഇവർക്ക് അന്യനായി പോയി പിന്നെ പിന്നെ പോട്ടെ എന്ന് വെക്കും. ചന്ദ്രേട്ടാ, എടുത്തോ, ആർക്കൊക്കെ വേണ്ടെന്ന് വെച്ചാ വീതിച്ചെടുത്തോ. വസ്തുവിന്റെ പ്രമാണമല്ല, അച്ഛന്റെ മരണക്കുറിപ്പാ. പിന്നെ ഒരു ചൂരൽ വടിയും. അനിയന്മാരെയൊക്കെ നന്നായിട്ട് വളർത്താൻ ഏൽപ്പിച്ചിട്ട് പോയതാ. എഴുതി വെച്ചിട്ടുണ്ട് അതിനകത്ത്. വിഹിതമായിട്ട് ഇത്രേ തന്നിട്ടുള്ളൂ. പിന്നെ സമ്പാദ്യമായിട്ട് സൂക്ഷിക്കാൻ അച്ഛൻ തന്നത് ഇത്തിരി സ്നേഹ. അതെല്ലാവർക്കും പാകത്തിന് ഇങ്ങോട്ട് വീതിച്ച് തന്നിട്ടുണ്ട് ചന്ദ്രൻ. ഇനി ഇത് രണ്ടുമല്ല, ഈ കാണുന്നതിൽ നിന്ന് വിഹിതം പറ്റാനാണ് ഉദ്ദേശമെങ്കിൽ ഇതൊക്കെ ഞാൻ അക്കരെ പോയി ഒറ്റയ്ക്ക് ഇന്ന് കണ്ണീരും വേർപ്പൊഴുക്കി കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. ഇതിൽ നിന്നൊരു തരി ഒരുത്തനും കിട്ടുമെന്ന് വ്യാമോഹിക്കണ്ട. പിന്നെ ഞാൻ കാരണം ഉണ്ടായത് ഞാനായിട്ട് തീർത്തോളാം. അതിന്റെ പേരിൽ ഇവിടെ ആരും ഒരുത്തന്റെ കത്തിത്തുമ്പിൽ തലവെച്ച് കൊടുക്കണ്ട. നിനക്കും മകൾക്കും എന്നെ കാണുന്നതേ അറപ്പാണെന്ന് എനിക്കറിയാം. എന്ന് കരുതി എനിക്കങ്ങോട്ട് വെറുക്കാൻ പറ്റുമോ? അതിനു വേണ്ടിയിട്ടല്ലോ 5-8 വർഷം ഞാൻ അകത്ത് കിടന്നത്. ഒക്കെ ഓരോ നിമിത്തങ്ങളാ. പണ്ട് നിന്റെ ആ പഴയ കാമുകന്റെ പ്രേമലേഖനം നിന്റെ തന്തപ്പടിക്ക് കിട്ടിയതും അതോടെ തീറ്റിപ്പോറ്റാൻ ത്രാണിയുള്ള ഒരുത്തിനെ അന്വേഷിച്ച് നാട് വിട്ടതും അവിടെ വെച്ച് തളർവാദം പിടിപെട്ട ആ തന്തപ്പടി ഈ രഘുറാമിന്റെ പേഷ്യന്റ് ആയതും ഒടുവിൽ മരണക്കിടക്കയിൽ വെച്ച് ഈ മകളെ നിറഞ്ഞ മനസ്സോടെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചതും എല്ലാം നിമിത്തങ്ങളാ. ഞാൻ ഇവിടെ വന്ന് ഈ വാതിലിൽ കൊട്ടിയപ്പോ നീ ആവേശത്തോടെ വാതിൽ തുറന്നത് ആ പഴയ കളിക്കൂട്ടുകാരനാണെന്ന് വിചാരിച്ചായിരിക്കും. ഇല്ലടി, അവൻ ഇനി ഈ പരിസരത്ത് വരില്ല. അതിനുള്ളൊരു ഡോസ് അവന്റെ തറവാട്ടിക്കറി ചെന്ന് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇത് എന്തൊരു നിപ്പാ തള്ളേമോളും? ഒരുപാട് കാലത്തിന് ശേഷം കാണുന്നല്ലേ, എന്തെങ്കിലും ഒന്ന് പറ. പണ്ടേ മറന്നതാ ഞാൻ ഈ മുഖം. കഴിഞ്ഞു പോയത് ഓർമ്മിപ്പിക്കാൻ ഇനി കയറി വരരുത്. ഞാനും എന്റെ മോളും ഇത്ര മനസ്സമാധാനത്തോടെ ജീവിച്ചോട്ടെ. ഞങ്ങളെ ശല്യം ചെയ്യരുത്. ഇതുണ്ടാവുമ്പോഴല്ലേ ഞാൻ നിനക്ക് ശല്യക്കാരനാവുക. എനിക്ക് വേണ്ടത് നിന്നെയാ. അതിന് ഇതൊരു തടസ്സമാവുകയാണെങ്കിൽ കൊന്നു തള്ളു ഞാൻ. ഇതൊരു മുന്നറിയിപ്പാ. ഇനി ഞാൻ വരുന്നത് നിന്നെ കൊണ്ടുപോകാനായിരിക്കും. കഴുത്തിൽ താലി കെട്ടിയവന്റെ അവകാശം അത്. അതിനെങ്ങാനും തടസ്സം നിന്നാ വേണ്ട. വേണ്ടാന്ന് പറഞ്ഞാ വേണ്ട. ഓക്കേ? എനിക്ക് പേടിയാവണു. അച്ഛൻ നമ്മളെ കൊല്ലും. നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. വീട് വേണം. അച്ഛൻ എന്നെ കൊല്ലും. ആരും ഒന്നും ചെയ്യില്ല. അവൻ അകത്തുണ്ടെങ്കിൽ ഒന്ന് കാണാമെന്നതാ. വാതിൽ തുറക്ക്. നിന്റെ ഭർത്താവ് എവിടെ?
ഇവിടെ ഇല്ല, പോയി. ഞാൻ ഇങ്ങോട്ടെത്താൻ ഇത്തിരി വൈകി. ഇത്രയും കാലത്തെ ജീവിതം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ സമ്പാദ്യം എന്റെ പെറ്റമ്മയുടെ കൂടപ്പറപ്പുകളുടെ സന്തോഷ. ആ സന്തോഷം കെടുത്താൻ ഇനിയെങ്ങാനും അവൻ ആ മുറ്റത്ത് കാലുകുത്തിയാൽ പിന്നെ കാലുണ്ടാവില്ല. അത് അവനോട് പറഞ്ഞേക്കണം. ആണത്തം കാണിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ചന്ദ്രനോളമല്ല ഒരുത്തനും. നീ എന്താ ഒറ്റയ്ക്ക് പുറത്തിരിക്കുന്ന? തിരിച്ചു പോയാലൊന്ന് ആലോചിക്കുകയാണ് ചന്ദ്രേട്ട. പെറ്റുമാനെ കണ്ടൊരു ഓർമ്മയുള്ള എനിക്ക്. കൂടപ്പിറപ്പുകളും കുടുംബമൊക്കെ ആയിട്ട് സന്തോഷത്തോടെ ജീവിക്കണതിന്റെ സുഖം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാ ഞാൻ ഇങ്ങോട്ട് നിങ്ങളുടെ കൂടെ പോകുന്നത്. എന്നിട്ടിപ്പോ ഇവിടെയും ഒറ്റക്കാവുകയാണെങ്കിൽ പിന്നെ അതിന് നല്ലത് അക്കരെ തന്നെ. എന്താടാ? അവരൊക്കെ പോയി ചന്ദ്രേട്ട. പോവേ? സേതുവിന്റെ വീട്ടിലേക്കാണെന്നാ പറഞ്ഞത്. ഈ കുടുംബത്തിന്റെ സന്തോഷത്തിന് വേണ്ടി ഇത്രയും കാലം കഷ്ടപ്പെട്ട ചന്ദ്രേട്ടൻ ഈ വീട്ടിൽ ഒറ്റക്കാവുന്നത് കാണാൻ ഒരു വിഷമം. പോവായിരുന്നില്ലേ? കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് കഴിയണ മക്കളുടെ കൂടെ പോവായിരുന്നില്ലേ? ആർക്കും പോവാം. അങ്ങനെ ആരോ ഒരാളല്ലടാ ഞാൻ. നീ എന്ത് ചെയ്താലും നിന്നെ നൊന്ത് പ്രസവിച്ച അമ്മയാ ഞാൻ. നൊന്ത് പ്രസവിച്ച അമ്മ ലോകത്തിൽ ഏതൊരു അമ്മയ്ക്കും പറയാനുള്ള ന്യായം അത്. ഒരു നോവിന്റെ ന്യായം. സകലത് സഹിച്ച് ഈ പ്രായം വരെ വളർന്ന മക്കൾക്ക് തിരിച്ചങ്ങോട്ട് പറയാൻ ഏത് നോവിന്റെ ന്യായം അമ്മ ഉള്ളത്? പോട്ടെ, എല്ലാരും പോട്ടെ. ചന്ദ്രേട്ടാ. ജോസോ വാ. എങ്ങനെയുണ്ട് അപ്പച്ചനെ? ആശുപത്രി തന്നെയാ. കുറച്ചു ദിവസം കൂടി കിടക്കേണ്ടി വരും. നീ ഇരിക്കെ. ചന്ദ്രേട്ടാ, കാശെടുക്കാനാണെങ്കിൽ വേണ്ട. കാശ് മേടിക്കാൻ വേണ്ടി വന്നല്ല ഞാൻ. ഇവിടെ ഒറ്റയ്ക്കായി പോയെന്ന് പറഞ്ഞു കേട്ടപ്പോ സഹിച്ചില്ല. കൂട്ടുകിടക്കാൻ വേണ്ടി വന്നാ ഞാൻ. ഒറ്റയ്ക്ക നമ്മള് ഗൾഫുകാർക്ക് ഇതൊക്കെ ശീലമല്ലടാ. ഭാഷ അറിയില്ല, പോലീസിനെ പേടിക്കണം, കയ്യിലൊട്ട് കാശുമില്ല. 3-4 കൊല്ലം നിന്റെ മുറിയിൽ എനിക്ക് ഊണും ഉറക്കവും തന്ന് കൂട്ട് കിടന്നിട്ടില്ലേ നീ? കൺമുമ്പില് പൊരി വെയിൽ കിടന്ന് തിളയ്ക്കുമ്പോ ഉള്ളും പുറവും ഒരുപോലെ പൊള്ളും. അപ്പൊ അസ്വസ്ഥത മാറ്റാൻ നമ്മൾ പ്രയോഗിക്കുന്ന ഒരു ഒറ്റ മൂലിയില്ലേ? ഇത്തിരി നേരം കണ്ണടച്ചങ്ങോട്ട് നിൽക്കും. അപ്പൊ മനസ്സിൽ തെളിയും ഒരു പച്ചപ്പ്, ജന്മനാടിന്റെ പച്ചപ്പ്. പിന്നെ കൂടപ്പറപ്പുകളുടെയും കൂട്ടുകാരുടെയും ഒക്കെ പുഞ്ചിരിക്കുന്ന മുഖവും. അത് മതി സന്തോഷാവാൻ. പക്ഷെ ഒക്കെ ആർക്ക് വേണ്ടിയിട്ടായിരുന്നടാ? നമ്മൾ കാരണം തന്നെ എല്ലാവരുടെയും മുഖം മങ്ങിയ പിന്നെ ഈ ജീവിതത്തിന് എന്ത് അർത്ഥമാടാ ഉള്ളത്? ഒരു കണക്കിന് നമ്മളൊക്കെ വിട്ടുകളാ. ഇപ്പോഴത്തെ ചെറുപ്പക്കാര് ഗൾഫിലാണെങ്കിലും നേരത്തെ കല്യാണം കഴിക്കും. എന്നിട്ട് പെണ്ണിനെയും കൊണ്ട് അങ്ങോട്ട് പോകും. അതിലൊരു കുഞ്ഞുണ്ടായാൽ അതിന്റെ മുഖം ഒന്ന് കാണാൻ പ്രായമായ അച്ഛനും അമ്മയ്ക്കും ഒന്നുകിൽ ഹജ്ജിന് പോകണം, അല്ലെങ്കിൽ ഒരു വിസിറ്റിംഗ് വിസ. നമുക്കൊക്കെ അവസാനം എന്താടാ ബാക്കിയാവുക? ഇത്തിരി പ്രഷർ, ഇത്തിരി ഷുഗർ, പിന്നെ കണ്ണടയണ കാലം വരെ പുറത്തേക്ക് നോക്കിയിരിക്കാൻ വീടിന്റെ പൂമുഖത്തുതാ ഇതുപോലൊരു ചാരുകസേരി. പേടിയാവണടോ. എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണേ? അതിന് മാത്രം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇവിടെ. അതാ ഞാനും പറയണേ. ചന്ദ്രേട്ടൻ ഒറ്റക്കാവാണെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ എന്തിനിവിടെ? ഒരു പ്രശ്നമില്ല ചന്ദ്രേട്ടാ, ഒക്കെ നേരെയാവും. എന്ത് തന്നെയായാലും എല്ലാരും കൂടി ഒരുമിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന് ഒട്ടും ശരിയായില്ല. ഇത് പറയുന്ന ആൾക്ക് അവിടെ തന്നെ നിൽക്കായിരുന്നില്ലേ? ഞാൻ ഇറങ്ങിയത് അളിയനൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാന്ന് കരുതിട്ടാ. എന്നാ ഞാൻ അങ്ങനെയല്ല. ആ തെമ്മാടി ഇനി അവിടെ വരില്ലാന്ന് ഏട്ടൻ ഇവിടെ ഒന്ന് ഉറപ്പാന്നാലേ ഞാനും എന്റെ കുടുംബം ഇനി അങ്ങോട്ടുള്ളൂ. എന്നാലും ഒരു തരി മണ്ണ് പോലും തരില്ല എന്ന് പറഞ്ഞത് അഹങ്കാരം തന്നെയാ. നിനക്കെന്താ ദഹനക്കേട് വല്ലതും ഉണ്ടോ? വെറുതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണേ. അയ്യോ, ദഹനക്കേട് മാത്രല്ല, മൗനവ്രതം കൂടിയാ. വലിയേട്ടനെ കാണാഞ്ഞിട്ട് കുഞ്ഞനീന് ഉറക്കം വന്നില്ല. അങ്ങോട്ട് വരാൻ പറ്റാവോ? ആരാ?
ഞങ്ങളാ? ആഹാ, മട്ടനും ചിക്കനൊക്കെ നിരത്തി വെച്ച് വട്ടം കൂടിയിരുന്ന എല്ലാരും കുടുംബം കളിക്കല്ലേ? ആ പാവത്തിനോടെ ഇങ്ങനെയൊക്കെ തന്നെ വേണം. റെക്കമെൻഡേഷൻ ആണെങ്കിൽ വേണ്ട. ഇല്ലാത്ത കഷ്ടപ്പാടും പറഞ്ഞ് വല്ല ചില്ലറ മേടിക്കാൻ വന്നാണെങ്കിൽ അത് അവിടെ പോയി പറഞ്ഞ് വാങ്ങിച്ച് സ്ഥലം വിട്ടോ. ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നം. കുടുംബ പ്രശ്നം എന്നാ നിനക്കൊക്കെ കുടുംബം ഉണ്ടായത്? ആ മനുഷ്യൻ അക്കരെ പോയി രാപ്പകില്ലാതെ കഷ്ടപ്പെട്ടതുകൊണ്ടല്ലേ നിനക്കൊക്കെ ഇങ്ങനെ വെച്ചു വിളമ്പിത്താൻ ഒരു കുടുംബം ഉണ്ടായത്? ഒന്ന് നിന്നേ, നീ ഇതെങ്ങോട്ടാ മണവാട്ടി അടിച്ച മാതിരി തലയും താഴ്ത്തി? എടാ, ഇത്രയും കാലത്തിനിടക്ക് ഈ അലക്കിത്തച്ച സാധനത്തിലേക്ക് കഞ്ഞിപ്പശ വാങ്ങാനുള്ള ചില്ലറ പോലും സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ നീയൊക്കെ? അതൊക്കെ പോട്ടെ, പ്രേമിച്ച പെണ്ണിനെ വിവാഹം കഴിക്കാൻ കൊടിവെച്ച കാറിലെ പണ്ടാരടങ്ങൂന്ന് പറഞ്ഞിട്ട് അവസാനം ദാ ഇവളുടെ ചേച്ചിയുടെ ഭർത്താവ് നിന്റെ നെഞ്ചത്ത് കരിങ്കൊടി കുത്താൻ ഇറങ്ങി പുറപ്പെട്ടപ്പോ അവിടെ വന്ന് അടിയും പിടി ഉണ്ടാക്കി തന്റെ ഇടത്തോടെ വിളർക്കി കൊണ്ടുവന്നു. അങ്ങനെയുള്ള ഒരു ഏട്ടനെ കിട്ടാൻ പുണ്യം ചെയ്യണോടാ, പുണ്യം. നിങ്ങൾ വലിയ വീരവാദം പറയുന്നുണ്ടല്ലോ. അത്രയ്ക്ക് സ്നേഹമുള്ള ആളാണ് ഏട്ടനെങ്കിൽ ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങി പോന്നിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയോ? എന്തിനാ തിരിഞ്ഞു നോക്കണത്? വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നിട്ട് നിങ്ങൾ എല്ലാരും കൂടി താമസിക്കുന്ന റെയിൽവേ സ്റ്റേഷന്റെ പുറകിലൊന്നല്ലോ, നല്ല ഒന്നാന്തര മണിമാളികയിൽ തന്നെയല്ലേ. ഒരു PWD ക്ലർക്കിന് താമസിക്കാൻ ഇരുന്നല വീട്, AC ബെഡ്റൂം, മുറ്റത്ത് മുന്തിയ കാറ്, ഇതൊക്കെ ഏട്ടൻ നേരത്തിന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടായതല്ലേ? അല്ലാതെ നിങ്ങൾ എല്ലാരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടുണ്ടായതല്ലോ. എന്നിട്ട് ഇപ്പോഴും തിരിഞ്ഞു നോക്കാതെ എന്റെ പരാതിയാ. നല്ല പ്രായത്തിൽ ലക്ഷങ്ങൾ സമ്പാദ്യമുള്ള കുടുംബത്തിൽ നിന്ന് ഒരുപാട് ആലോചനകൾ വന്നിട്ടുണ്ട് ചന്ദ്രേട്ടന് അബുദാബിയില്. അപ്പോഴൊക്കെ പറയും അമ്മയും കൂടപ്പുറപ്പോഴും കണ്ടിട്ട് ഇഷ്ടാവിടുന്ന് മതിയെന്ന്. അങ്ങനെ മാറ്റി വെച്ചതാ ചന്ദ്രേട്ടന്റെ ജീവിതം. എന്നിട്ട് ഇപ്പൊ ഏതോ ഒരു പെണ്ണിന്റെ കുട്ടിയുടെ പേരും പറഞ്ഞ് ആ ഏട്ടൻ അവിടെ ഒറ്റക്കിട്ടിട്ട് നിങ്ങൾ എല്ലാവരും കൂടി മൂപ്പർക്കെതിരെ വട്ടമേശ സമ്മേളനം നടത്തേ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങളൊക്കെ കാരണം ആ ഏട്ടന്റെ കണ്ണിൽ ആ മുറ്റത്ത് വീണ മുടിഞ്ഞു പോയി കാണുന്നതൊക്കെ. നിങ്ങൾക്ക് ആർക്കും വേണ്ടെങ്കിൽ വേണ്ട, ഞങ്ങൾക്ക് വേണം ചന്ദ്രേട്ടനെ. കൊണ്ടുപോകും അങ്ങോട്ട്, എന്നിട്ട് അവിടെ ഉണ്ടാക്കും നല്ല ഒന്നാം തരം ഒരു കുടുംബം. പിന്നെ ആ ഏട്ടനെ ഒന്ന് കാണണമെങ്കിൽ കുടുംബ സമേതം വിസിറ്റിംഗ് വിസ എടുക്കേണ്ടി വരും, പറഞ്ഞേക്കാം. പിന്നെ പല കഷ്ടപ്പാടുകളും പറഞ്ഞ് ആ വകയിൽ ചന്ദ്രേട്ടന്റെ കയ്യിൽ നിന്ന് ഒരുപാട് ചില്ലറ മേടിച്ചിട്ടുള്ളതന്നെ ജോസ്. ഇപ്പോ ഇവിടെ ഇങ്ങനെ വന്ന് നിങ്ങളോട് രണ്ട് വർത്താനം പറഞ്ഞില്ലെങ്കിലേ ആ വകുപ്പിൽ ഞാനുണ്ട് ചന്ദ്രേട്ടന്റെ ചോറേ ദഹിക്കാതെ അങ്ങനെ കിടക്കും മരണം വരെ. എന്തായാലും തീറ്റ മുടക്കണ്ട, നടക്കട്ടെ, വെട്ടി വിഴുങ്ങ് പറ. ഇല്ല, ഒരൊറ്റ രാത്രി കൊണ്ട് അനാഥരായി പോയ 2 ജന്മങ്ങളാ ഞാനും എന്റെ മോളും. അങ്ങനെയുള്ള ഞങ്ങള് കാരണം ആ കുടുംബത്തിന്റെ സന്തോഷം ഇല്ലാതാവാൻ പാടില്ല. ഒരിക്കൽ അച്ഛനോടൊപ്പം ഞാൻ ആ വീടിന്റെ പടി ഇറങ്ങിയപ്പോ ആ മുഖത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും കഴിഞ്ഞില്ല എനിക്ക്. ഞാൻ കാരണം ഇനിയും ആ മനസ്സ് വേദനിച്ച് അരുത്, അതുണ്ടാവരുത്. എല്ലാം പറഞ്ഞു കേട്ടപ്പോ ചന്ദ്രേട്ടന്റെ കാര്യത്തിൽ സങ്കടാ തോന്നുന്നത്. ഇത്രയും കാലം ആ കുടുംബത്തിന് വേണ്ടിയിട്ടാ ചന്ദ്രേട്ടൻ ജീവിച്ചത്. ഇനിയുള്ള കാലം കൂട്ടിനൊരാള്, അങ്ങനെ ആലോചിച്ചൂടെ? ഓരോന്നിനും ഓരോ കാലമുണ്ട്. ഇപ്പൊ എനിക്ക് വലുത് എന്റെ മോള. നിങ്ങൾ ചെല്ല്. കഴിക്കണില്ലേ? വാ. കുട്ടിയോളം ബഹളമൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും, എന്താന്നറിയില്ല, ഒരു സുഖം കിട്ടണില്ല. ഒരു തരി മണ്ണ് പോലും ആർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞത് കൊടുക്കാതിരിക്കാനല്ല, പെട്ടെന്ന് അങ്ങോട്ട് വീതിച്ചു കൊടുത്താ അതോടെ എല്ലാരും കൂടൊഴിഞ്ഞു പോയാലോ എന്ന് പേടിച്ചിട്ടാ. ഇനി അങ്ങനാണെങ്കിൽ ആയിക്കോട്ടെ, എനിക്കെന്തിനാ അമ്മ ഇതൊക്കെ? പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളൊരു പരാതി ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. ഞാനൊന്ന് പോയി വിളിച്ചു നോക്കട്ടെ, വരുവാവോ? എന്താ മോളെ, എന്താ ഈ നേരത്തെ? സോറി അങ്കിളെ, അന്ന് അങ്കിളിനോട് ദേഷ്യം ഉണ്ടായിട്ടല്ല ഇഷ്ടമല്ലാന്ന് പറഞ്ഞത്, പേടിയായതുകൊണ്ടാ. എനിക്ക് എല്ലാരെയും പേടിയാ. ഈ അങ്കിള് പാവ, എന്റെ മമ്മയും പാവ, ഞങ്ങൾക്ക് ആരുമില്ല. ഇനി എന്റെ അച്ഛൻ വന്നാ ഞങ്ങളെ കൊല്ലും. അങ്കിളിനെ അറിയാഞ്ഞിട്ടാ ഞാൻ എന്റെ മമ്മയുടെ മോളല്ല. സത്യ ഞാൻ പറയണേ.
ഇതിനു വേണ്ടിട്ടായിരുന്നല്ലേ ഒരു മറുപടി കത്ത് പോലും അയക്കാതെ നീ? ഇല്ല, എന്നെ എന്റെ കുഞ്ഞിനെ പെരുവഴിയിലാക്കിയിട്ട് നീ അങ്ങനെ സുഖിക്കണ്ട. എന്റെ ഗതി ഇവൾക്കുണ്ടാവരുത്. വിടില്ല ഞാൻ, വിടില്ല. അയ്യോ വിടില്ല ഞാൻ. എന്താ ഇത്? ആരാ നിങ്ങള്? നിന്നെ പോലെ തന്നെ ഇവൻ താലി കെട്ടി പെണ്ണ ഞാനും. ഇത് കണ്ടോ, അതിലുണ്ടായ മകളായത്. എന്നെ കൊന്നാൽ ഇവനെ ഞാൻ വിടില്ല, വിടില്ല ഞാൻ. ഉണ്ടായ കൊച്ചിന്റെ പേരും പറഞ്ഞ് ഇതിനെങ്ങാനും തടസ്സമുണ്ടല്ലോ, കൊന്ന് തള്ളും ഞാൻ. എന്നെ കൊല്ല്, എന്നെ കൊല്ലടാ, കൊല്ലടാ എന്നെ, കൊല്ല്. എന്റെ അമ്മേ അച്ഛൻ കൊന്നതാ. സത്യം ഞാൻ പറയണേ. അങ്ങനെ ഞാൻ എന്റെ മമ്മയുടെ മോളായത്. എന്റെ മമ്മ പാവ. എനിക്കറിയാം, എന്നെ വിചാരിച്ചിട്ടാ എന്റെ മമ്മ അങ്കിളിനെ ഇഷ്ടല്ലാന്ന് പറഞ്ഞത്. ഞാൻ എങ്ങോട്ടെങ്കിലും പൊക്കോളാം. എപ്പോഴെങ്കിലൊക്കെ എന്നെ ഒന്ന് വന്ന് കണ്ടാ മതി. മോളെ, ചിന്നി മോളെ, മോളെ, മോളെ. ഈശ്വര, എന്റെ മോള്. ദൈവമേ, എന്റെ മോള് ഇതെവിടെ പോയി? മോളെ, മോളെ, ചിന്നി മോളെ, മോളെ. എന്താടി ഒരു വെപ്രാളം? നിന്റെ പുന്നാര മോളെ കാണാനില്ലല്ലേ? അപ്പൊ നീയാണ് എന്റെ മോളെ. എന്റെ മോൾ എവിടെ? അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ പിന്നെ വെച്ചിക്കില്ല ഞാൻ. എന്റെ മോൾ എവിടെ? ആർക്ക് വേണോടി ആ അസത്തിനെ? എനിക്ക് വേണ്ടത് നിന്റെ ആ പൊന്നുമോളെയല്ല, നിന്നെയാ. നമുക്ക് നഷ്ടപ്പെട്ട ആ അതിരാത്രി ഇന്നിവിടെ വെച്ചങ്ങ് ആഘോഷിക്കാം. എന്റെ അച്ഛന് മതി ആ പന്നിക്ക്. അപ്പൊ ഈ പുരമനയിൽ ചന്ദ്രൻ കാവൽക്കാരനും രക്ഷകനുമായിട്ട് ഈ പരിസരത്തൊക്കെ തന്നെ ഉണ്ട് അല്ലേ? അതെ, ഞാൻ കാവൽക്കാരനാ. സ്നേഹിക്കുന്നവർക്കെന്നും ഈ പുരമനയിൽ ചന്ദ്രൻ കാവൽക്കാരനാ. നിന്റെ പ്രശ്നം എന്താണെന്ന് ഞാൻ അന്വേഷിച്ചു. നീ അനാട്ടമി പഠിച്ച മെഡിക്കൽ കോളേജ് മുതൽ നീ 8 കൊല്ലം കിടന്ന കാരാഗ്രഹം വരെ നിന്റെ പ്രശ്നം പെതടിനും പെണ്ണുമാ. അതിനൊരൊറ്റ ചികിത്സയുള്ളൂ. അത് നീ പഠിച്ച മെഡിക്കൽ സയൻസിലില്ല. ചന്ദ്രൻ ആ ചികിത്സ നന്നായി അറിയാം. അടി നല്ല ചുട്ട.
ഇത്തിരി പോന്ന ഈ ഒരു സാധനം കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പാവങ്ങളെയൊക്കെ കാലാകാലം നിന്റെ കാൽച്ചുവട്ടിൽ നിർത്താമെന്ന് വിചാരിച്ചു അല്ലടാ? അച്ഛൻ എന്ന 2 അക്ഷരം കൊണ്ട് ലോകത്തിൽ എവിടെയും ഒരുത്തനും ഒരു കുഞ്ഞിനും അച്ഛനായിട്ടില്ല. അതിനെ സ്നേഹിക്കണം. ഒരു താലി ചരടുകൊണ്ട് ഒരുത്തനും ഒരു പെണ്ണിന് ഭർത്താവായിട്ടില്ല. അതിനെ സ്നേഹിക്കണം. ഞാൻ കാവലിരിക്കണ എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ കൂടപ്പിറപ്പുകളെ നീ വിറപ്പിക്കും അല്ലടാ? പച്ച ചോരയുടെ മണം നിനക്ക് ഹരമാണല്ലേ? എന്നാ നിന്നെയൊക്കെ കൊന്നകത്ത് പോയാൽ അതിന്റെ പേരിൽ ദുഃഖിക്കാൻ ചന്ദ്രൻ ആരുമില്ല. ഒറ്റയ്ക്ക എന്ന് ഒറ്റയ്ക്കാ ചന്ദ്രൻ. ഇനി ഈ പരിസരത്തെങ്ങാനും കണ്ട കൊല്ലം. ഒരുപാട് നന്ദിയുണ്ട്. എന്നും സങ്കടങ്ങളെ തന്നിട്ടുള്ളൂ ഈ മണ്ണെനിക്ക്. ഒരിക്കലും തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചതല്ല. പക്ഷേ അറിയാലോ, ഈശ്വരൻ എനിക്ക് എന്റെ മോളെ തന്നത് എങ്ങനെയാണെന്ന് അന്ന് തീരുമാനിച്ചതാ. ഇനിയുള്ള ജീവിതം എനിക്ക് മോളും അവൾക്ക് ഞാനും. നാളെ ഞാനും എന്റെ മോളും തിരിച്ചു പോവുക ബാംഗ്ലൂരിലേക്ക്. ഞാനും. എന്തേ പെട്ടിയല്ല അടുക്കി വെക്കണേ? ഇങ്ങനെ ഒറ്റയ്ക്ക് ഇത് ആദ്യമായിട്ടാ. ഞാൻ പോവാ അമ്മേ. പണ്ടൊക്കെ തിരിച്ചു പോകുമ്പോ പണത്തിന്റെ പേരില ബാധ്യതകൾ ഉണ്ടാവുക. 1 or 2 കൊല്ലം അവിടെ പോയി കഷ്ടപ്പെട്ട അത് തീരും. പക്ഷെ ഈ വരവില് സ്നേഹത്തിന്റെ പേരില ബാധ്യതകൾ ഉണ്ടായത്. സ്നേഹം നിഷേധിച്ചതിന്റെ പേരിൽ ഈ ബാധ്യത തീർക്കാൻ എത്ര കാലം അവിടെ പോയി കഷ്ടപ്പെടേണ്ടി വരുമെന്ന് എനിക്കറിയില്ല. ആയുസിന്റെ 10-22 വർഷങ്ങൾ മറന്നിട്ട് നാളെ ഞാൻ പോവാ. കള്ളം പറഞ്ഞിട്ടാണെങ്കിലും കരഞ്ഞിട്ടാണെങ്കിലും അമ്മ എന്നെ തിരിച്ചു വിളിക്കരുത്. വല്യച്ഛന്റെ മക്കളാ? അങ്കിളിനോട് ഞാൻ വേണ്ട അങ്കിൾ ഞങ്ങളോടൊന്നും പറയാതെ അബുദാബിയിലെ ഷേഖിന്റെ അടുത്തേക്ക് പോവല്ലേ? പറയാതെ പോയാലല്ലേ പറയാതെ വരാൻ പറ്റൂ. അപ്പോഴല്ലേ അടിച്ചു പൊളിക്കാൻ ഒരു ഉഷാറുണ്ടാകൂ. ഏട്ടാ വരുമ്പോഴും പോകുമ്പോഴും എല്ലാവരും സന്തോഷത്തോടെ കൂടെ വേണമെന്ന് അളിയന് നിർബന്ധമാണല്ലോ. ഞങ്ങളായിട്ട് ആ സന്തോഷം കെടുത്തണ്ടെന്ന് വിചാരിച്ചു. സന്തോഷായി. എല്ലാവരെയും ഒന്ന് കാണാൻ പറ്റിയല്ലോ. അതല്ലേലും നമുക്കൊന്നും പിണങ്ങാനും പിരിയാനും കഴിയില്ല. സ്നേഹിക്കാനല്ലേ അച്ഛൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളൂ. ഒന്നുമില്ലേലും നമ്മളൊക്കെ ഒരു ചോരയല്ലടാ. കാതലുള്ള മരം തന്നെ വേണം ഫർണിച്ചർ ഉണ്ടാക്കാനെന്നുണ്ടെങ്കിൽ ആ പ്ലാവ് തന്നെ മുറിച്ചെടുത്തു. ഏട്ടനൊരു തടസ്സാവില്ല. അമ്മാവാ വേണ്ട. എല്ലാവർക്കും എല്ലാത്തിനും അനുവാദം കൊടുത്തിട്ട് നീ ഈ കുടുംബത്തിൽ നിന്ന് വേറിട്ട് പോവുകയാണെങ്കിൽ എന്നോട് യാത്ര പറയാൻ നിൽക്കണ്ട. സേതു, അമ്മയെ വിളിക്ക. ഇറങ്ങാൻ സമയമായി. അമ്മ അമ്പലത്തിൽ പോയിരിക്കുക. ഇത്രയും കാലം എനിക്ക് വേണ്ടി നടത്തിയ സ്വയംവര പുഷ്പാഞ്ജലികൾക്കൊന്നും ഫലം കാണാതെ വന്നപ്പോ അതിന്റെ പരാതി പറയാൻ പോയതായിരിക്കും പാവം.
എന്തായി? വീണ്ടും കൈമലർത്തിയല്ലേ? ഒന്നും വേണ്ട. എത്ര കാലം കഴിഞ്ഞാലും എത്ര ജരാനരകൾ ബാധിച്ചാലും എന്നും സന്തോഷിക്കാനും ഓർമ്മിക്കാനും മനസ്സിനകത്ത് ആരും കാണാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു മാമ്പഴ കാലമുണ്ടമ്മേ. അത് മതി. ഏത് കടലിനപ്പുറത്തായിരുന്നാലും മനസ്സുകൊണ്ട് നിന്റെ കണ്ണീര് കാണുന്നവളായി അമ്മ. നിന്നെ കരയിപ്പിച്ചിട്ട് ഇവിടെ ആർക്കും ഒന്നും നേടാനില്ല മോളെ. വാ മോളെ, വരൂ. ഇവളെ ഇഷ്ടപ്പെട്ടതിന്റെ പേരിലല്ലേ അമ്മ ആദ്യമായിട്ട് എന്റെ കുട്ടീനെ തല്ലിയത്. ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാതെ അതിന്റെ പേരിലുണ്ടായ സങ്കടം രണ്ടാളുടെ ഉള്ളിൽ അങ്ങനെ വിങ്ങി നിൽക്കുകയാണെന്ന് എനിക്കറിയാം. ആ കണ്ണീരൊപ്പാൻ നല്ലത് ഈ അമ്മ തന്നെയാ. അതുകൊണ്ട് തന്നെയാ എല്ലാ ദൈവങ്ങളെയും വിളിച്ചു പോയത്. മനസ്സുരുകി പറഞ്ഞപ്പോ ഈ അമ്മയുടെ പ്രാർത്ഥന ഇവള് കേട്ടടാ. വലത്തുകാല് വെച്ച് കയറും മോളെ. അമ്മേ, ആ, ഇത്രയും കാലം എന്റെ കുട്ടി എന്ന് അമ്മയ്ക്ക് പറയാൻ ഞാനായിരുന്നു കുട്ടി. ഇനി മുതൽ ദാ ഇതാണ് അമ്മയുടെ എന്റെ കുട്ടി. ഏത് മാവും പൂക്കും ഇല്ലളിയാ? മാവാ സുലൈമാനെ ഉപ്പുമാവ് വരെ പൂക്കൂലേ? അല്ല ചന്ദ്രേട്ടാ, ഇല്ല മറ്റവൻ പറഞ്ഞ മാതിരി ഞങ്ങൾ നിക്കണ അതെ പോണ. തൽക്കാലം നിങ്ങൾ ചെല്ല്. എന്നിട്ട് അബുദാബിയിലുള്ള നമ്മുടെ ചൊങ്കന്മാരോട് പറ, ഈ പുരമനയിൽ ചന്ദ്രനും ഒരു കുടുംബമായെന്ന്. അപ്പോഴേ കാര്യങ്ങളൊക്കെ ഉഷാറാവും.